പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവ ഒരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാ ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോർച്ചനെ പണിയുമങ്ങു പാലകൻ. ഒരു ഗണത്തിലാക്കുമീ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമറങ്ങയിൽ. കരിയെന്നൊരങ്ങിൽ ഭുവനമുഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ. ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവുപൂർണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ. കിന്നരങ്ങൾ വീട്ടിയാം നാമഗീതി പാടിടാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനായി നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിനുള്ള വായന അധ്യായം 12 തിരുവചനങ്ങൾ 6 മുതൽ 11 വരെ ഗുരുവാശ്രദിച്ചാൽ മിശിഹായെ അനുഗ്രഹിക്കട്ടെ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാദിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചെങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറയ്ക്ക് പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനമുണ്ടായെന്നതാണെന്ന് അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു. നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്. അവൻ പറഞ്ഞു,
കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദേസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ എനിക്ക് വ്യക്തമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തിയേകും തിരുവചനമിതാ കേൾക്കാൻ നമുക്കിന്നു കാതോർത്തിടാം. ശാന്തിയേകും തിരുവചനമിതാ കേൾക്കാൻ നമുക്കിന്നു കാതോർത്തിടാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. സ്വർഗീയ പാതയിൽ നീങ്ങിടാനെന്നും യേശുവിൻ വചനങ്ങൾ സ്വീകരിക്കാം. വഴിയാകും വചനം, കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. വഴിയാകും വചനം, കൃപ ചൊരിയും വചനം, ശക്തിയേകും വചനം, ഇത് യേശുവിൻ വചനം. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 11-ാം അധ്യായം 5 മുതൽ 13 വരെ തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്ത് നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതക് അടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ കുർബാനയുടെ ആരംഭത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. അവളുടെ പപ്പ കൊറോണ ബാധിതനായി ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു കോവിഡ് സെൻ്ററിൽ കിടക്കുകയാണ്. പപ്പയുടെ ആരോഗ്യാവസ്ഥയുടെ ഗുരുതരാവസ്ഥ 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. വളരെ സ്മാർട്ട് കുട്ടിയാണ്. അവളും കൊറോണ പോസിറ്റീവാണ്. അവൾ വേറൊരു കോവിഡ് സെൻ്ററിലാണ്. അവളുടെ പപ്പയുടെ അവസ്ഥ ഓർത്തിൽ അവൾക്ക് വല്ലാത്ത വിഷമം. അവൾ നെറ്റിൽ നോക്കി MLA ഫോൺ നമ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് MLA വിളിച്ചിട്ട് അവളുടെ മുഴുവൻ വികാരങ്ങളോടെ MLAയോട് പറഞ്ഞു, എൻ്റെ പപ്പ ഇങ്ങനെ ആശുപത്രിയിലാണ്, കോവിഡ് സെൻ്ററിലാണ്, അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സാറ് എങ്ങനെയെങ്കിലും ഇടപെട്ട് എൻ്റെ പപ്പയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. MLA ഇടപെട്ട് പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി തന്നെ ഇടപെടൽ നടത്തി, രാവിലെ തന്നെ അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനിടയായി.
അച്ഛൻ ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. വേറെ 3-4 പേര് വിളിച്ചതിനെ കുറിച്ചാണ്. അച്ഛൻ ഇന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈ കാര്യം കർത്താവ് അച്ഛനെ ഓർമ്മിപ്പിച്ചതാണ്. ഇന്നത്തെ തിരുവചനങ്ങൾ രണ്ടും പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞു തരിക. ബന്ധത്തിലുള്ള പരിചയത്തിലുള്ള ആരൊക്കെ വിളിച്ചു പറയുന്നതും സ്വന്തം മകള്, അതും 19 വയസ്സുള്ള പെൺകൊച്ച്, അവളുടെ മുഴുവൻ വേദനയും വികാരം, അവളും കൊറോണ പോസിറ്റീവാണ്, ആ അവസ്ഥയിൽ വിളിച്ചു പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ അച്ഛന് ലഭിച്ചത് ഇങ്ങനെയാണ്. ഒരു മകള് സ്വന്തം പപ്പയുടെ കാര്യം, പപ്പയുടെ വേദനയെ കുറിച്ച് പറയുമ്പോൾ അത് നിരാകരിക്കാൻ ആർക്കും കഴിയില്ല. ഇനി പപ്പയോട് സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെയോ അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമോ കാര്യം പറയുമ്പോൾ ഒരു പപ്പയ്ക്ക്, ഒരു MLA ക്ക് പിന്നെയും നിരസിക്കാൻ പറ്റും, പക്ഷെ ഒരു പപ്പയ്ക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രഹസ്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പിതാവിൻ്റെ മുഖത്ത് നോക്കി പിതാവിനെ കണ്ട് പിതാവിനോട് നേരെ പറയുക, പിതാവേ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം, ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, ദുഷ്ടാരൂപിയുടെ ആക്രമണം, ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കണേ, അങ്ങനെ ഇടപെടലുണ്ടാകണേ എന്ന് ഹൃദയം പൊട്ടി കരഞ്ഞ് കണ്ണീരൊഴുക്കി ഏത് സമയത്ത് നാം പറയുമ്പോഴും പിതാവായ ദൈവം അത് കേൾക്കുന്ന, അതിനോട് പ്രത്യുത്തരിക്കുന്ന ആ രീതിയെക്കുറിച്ച് വളരെ ഗാഠമായിട്ട് അച്ഛൻ ആ പ്രാർത്ഥനയുടെ സമയത്ത് ചിന്തിക്കാനിടയായി എന്ന കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ ഉദാഹരണം അച്ഛൻ്റെ മനസ്സിൽ വരുന്നത്, അച്ഛൻ ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഒരു യാത്രയ്ക്ക് പോയി. ഇന്നലെ അച്ഛന് ഒരു കുടുംബനാഥൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കൾ ഇച്ചിരി വിഷമത്തിലാണ് അച്ഛൻ, ഞങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ല, വലിയ വിഷമത്തിലാണ്. 2 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു ഫോൺ കോള്. അച്ഛൻ അവനോട് പറഞ്ഞിടാ, ഞാൻ അവിടെ വരെ വരാം. കൊറോണ കാലമാണെന്നുള്ളതോ ആ പ്രദേശത്തും കൊറോണയുടെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളതോ ഒന്നും ബാധകമായില്ല. തമ്പുരാൻ അച്ഛനെ തോന്നിപ്പിച്ചു. അങ്ങനെ അച്ഛൻ രാവിലെ ഇന്ന് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ പോയതാണ്. 170 കിലോമീറ്ററാണ് അച്ഛൻ ഇന്ന് വണ്ടി ഓടിച്ചത്. ഈ 2 മിനിറ്റ് നീണ്ടുനിന്ന ഒരു ഫോൺ കോളിൻ്റെ മറുപടിയായിട്ട്. അച്ഛൻ ഇതും പറയുന്നത്, ഒരാൾ അച്ഛനോട് ഇങ്ങനെ പറയുമ്പോൾ അത്രയും അതിനോട് പ്രത്യുത്തരിക്കാനുള്ള ബാധ്യത വൈദികനായിരിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവത്തോട് നാം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഇതിലുമൊക്കെ എത്രയോ വ്യക്തതയോടെ നമ്മുടെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന ചിന്ത അത് നമ്മുടെ മനസ്സിൽ നിറയണം. ഇന്നത്തെ ആദ്യ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കാര്യമാണ് നാം വായിച്ചു കേട്ടത്. പത്രോസ് ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേകമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടല്ല. പത്രോസ് തെറ്റുകളും പോരായ്മകളും ഉള്ള മനുഷ്യനാണ്. വിളിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ പത്രോസ് ഈശോയുടെ കാൽക്കൽ വീണ് വലിയൊരു കുമ്പസാരം നടത്തുന്നുണ്ട്. പാപക്കറകൾ കർത്താവ് കഴുകിക്കളയുന്നുണ്ട്. വീണ്ടും പല പോരായ്മകൾ പത്രോസിനുണ്ടായി. കർത്താവ് അതൊക്കെ ക്ഷമിച്ചു. തിബേരിയാസിന്റെ തീരത്ത് വന്ന് കർത്താവ് തന്നെ പത്രോസിനെ ഒന്നുകൂടി ഏറ്റവും പൂർണ്ണമായൊരു പാപമോചന അനുഭവത്തിലൂടെ നയിക്കുന്നുണ്ട്. അതിനുശേഷം പരിശുദ്ധാത്മാവ് കൊണ്ട് ആ മനുഷ്യനെ നിറച്ചു കഴിയുമ്പോൾ പത്രോസ് പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറി. നേരത്തെ ഗെത്സമനിയിൽ ഇരുന്ന് പോലും ഉറങ്ങിപ്പോയ മനുഷ്യനാണ് പത്രോസ്. എന്നാൽ ഇപ്പോൾ പത്രോസ് പ്രാർത്ഥനയുടെ മനുഷ്യനായി. ആത്മാവില് ജ്വലിക്കുന്ന അവസ്ഥയിൽ ആ യാത്ര, അത് വേദനിക്കുന്ന ഒരാളെ കണ്ടാല് കടന്നു പോകാൻ പത്രോസിന് കഴിയില്ല. മുടന്തനെ സുഖപ്പെടുന്നതിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ.
പത്രോസിന് അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് കടന്നു പോകാൻ പറ്റില്ല. അവനെ സൗഖ്യമാക്കി എന്ന് മാത്രമേ പറയുന്നത്, ദേവാലയത്തിൽ എത്തിച്ചു. അവൻ പത്രോസിനോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. പക്ഷേ അത് പ്രശ്നമാണ്. കാരണം പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. പത്രോസിനെ പിടിച്ച് അവർ ബന്ധിക്കുന്നുണ്ട്. പത്രോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇനി നീ ഈ നാമത്തിൽ സംസാരിച്ചു പോകരുത്. പത്രോസ് അതിന് പ്രത്യുത്തരിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെ ഞങ്ങൾ അനുസരിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ, പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ ഭീഷണിക്കൊന്നും പത്രോസ് വഴങ്ങുന്നില്ല. കാരണം പത്രോസിനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മറിയത്തോട് മാലാഖ പറയുന്നത്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പത്രോസും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ഈ പത്രോസിനെ വീണ്ടും അവര് കാരാഗ്രഹത്തിൽ അടച്ചു. ആ കഥയാണ് നാം ഈ 12-ാം അധ്യായത്തിൽ വായിക്കുക. പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയുടെ തീവ്രത അത് ആ അധ്യായത്തിൽ വിവരിക്കുന്നത്, അച്ഛന് ഒരു 33 കൊല്ലം മുമ്പ് അച്ഛൻ്റെ മനസ്സിൽ പതിഞ്ഞത് എന്നും അച്ഛൻ മറന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കുമായിരിക്കും 33 കൊല്ലം മുമ്പഴത്തെ ഇങ്ങനെ അച്ഛൻ കൃത്യം വർഷമൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന്. പറയാൻ കാരണം അത്ര മഹത്തരമായ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ്. ഒരു മാനസിക രോഗിയായി അച്ഛനെ കാണാൻ വന്ന ഒരു മാനസിക രോഗി, ആ മാനസിക രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ആ രോഗിയോട് പറഞ്ഞു, ഒന്ന് മുട്ടുകുത്തി നിൽക്കാമോ? എനിക്ക് പറ്റില്ല, നമ്മളൊരു മാനസിക രോഗിയാണ്, ആളുടെ കുറ്റമല്ല, അത് കുഴപ്പമല്ല, എനിക്ക് പറ്റില്ല. അച്ഛനെ ഒന്ന് മുട്ടുകുത്തിക്ക്, 1 മിനിറ്റ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വീണ്ടും പറഞ്ഞു, എന്നാ മുട്ടുകുത്തിയേക്കാം. അങ്ങനെ മുട്ടുകുത്തിയിരുന്നു. ആ രോഗിയുടെ അടുത്ത് നിന്ന് അച്ഛൻ വിശുദ്ധ ഗ്രന്ഥം കൊടുത്തിട്ടൊന്ന് തുറന്നു വായിക്കാൻ പറഞ്ഞു. തുറന്നു വായിച്ചത് ഈ ഭാഗമാണ്. ഈ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. ഇന്നലെ കഴിഞ്ഞതുപോലെ അച്ഛൻ ഓർക്കുകയാണ്. ഇടപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് വെച്ചുണ്ടായ കാര്യമാണിത്. 87-ല് ഈ വചനഭാഗം അത് തുറന്നു വായിക്കുകയാണ്. വായിച്ചപ്പോൾ അവിടെ വലിയൊരു അടയാളം അച്ഛൻ കാണാനിടയായത് എങ്ങനെയാണ്? അച്ഛൻ ഇരിക്കുന്ന മുറിയുടെ വാതിൽ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ കാറ്റത്ത് അവിടെ പോയി അടയും, പിന്നെ തുറക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനത്തില് അപ്പോൾ അത് ആ വാതിൽ അവർക്കായി തുറന്നു എന്ന വാക്ക് വായിച്ച സമയത്ത് ഈ വാതില് കാറ്റുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അച്ഛൻ ഈ രോഗിയോട് പറഞ്ഞു, ഇനി ആ വാതില് നീ ഇവിടുന്ന് പുറത്ത് കിടക്കാതെ അടയില്ല. ചെന്നും ഓർക്കുന്നു, ആ വാതില് പിന്നെ അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് നിന്നു. അയാളുടെ വിശ്വാസത്തെ വളരെയേറെ വളർത്തിയൊരു അനുഭവമാണ്. ആ രോഗിയിൽ വലിയ മാറ്റം വന്നൊരു അനുഭവമാണ്. അച്ഛൻ്റെ ഉള്ളിൽ ഈ വചനം പതിഞ്ഞൊരു ദിവസം. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. നമുക്ക് എല്ലാവർക്കും ഒരു മാലാഖയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാ? കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വധിച്ചു. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തില്, യൗസേപ്പിന്റെ ജീവിതത്തില്, വളരെയേറെ വിശുദ്ധരുടെ ജീവിതത്തില് ഇടപെടുന്ന രീതികളെ കുറിച്ച് നമുക്കറിയാം. വളരെ മനോഹരമാണ്. തോബിത്തിന്റെ പുസ്തകത്തില് റഫായേൽ മാലാഖ തോബിത്തിനെ നയിക്കുന്ന, തോബിയാസിനെ വഴി നടത്തുന്ന, തോബിയാസിന്റെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഭയങ്കര ഇടപെടലുകൾ നടത്തുന്ന അനുഭവം. ഈ ദൈവദൂതൻ പത്രോസിന് വേണ്ടി ഇടപെടുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി. എന്താണ് അതിന്റെ പ്രത്യേകത? പിറ്റേ ദിവസം പത്രോസ് കൊല്ലപ്പെടും. പത്രോസിനെ പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി
പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു എന്നാണ് വചനത്തിൽ പറയുക. ഈ പത്രോസിനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതൻ മോചിപ്പിക്കുന്ന കഥയാണിത്. അതിന്റെ കാരണം എന്തെന്നറിയോ? അതിന്റെ കാരണം നാം വായിച്ചതിന് തൊട്ട് മുമ്പുള്ള വചനത്തിലുണ്ട്. സഭ അവന് വേണ്ടി തീക്ഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം തീക്ഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. ആരംഭത്തിൽ പറഞ്ഞതുപോലെ, കർത്താവെ, ആ കൊച്ചു മരിയ എന്ന കുട്ടി, ആ കൊച്ചിന്റെ പേര് മരിയ എന്നാണ്, അവൾ എൻ്റെ പപ്പ ഇങ്ങനൊരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ പോലെ, കർത്താവെ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അപ്പാപ്പൻ, എൻ്റെ അമ്മാമ്മ ഈ പറഞ്ഞ രോഗത്തിനടിപ്പെട്ട് വേദനയുടെ താഴ്വരയിൽ കഴിയുക. കർത്താവെ, അങ്ങ് ഇടപെടണമേ. നമുക്ക് അവരോടുള്ള ബന്ധത്തിന്റെ തീവ്രതയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. അതിനായിട്ടാണ് ഈ മാസം നൽകപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇഷ്ടംപോലെ അത്തരം അനുഭവങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ വചനം ശ്രവിച്ച ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളിലുണ്ടായ മാറ്റങ്ങൾ പോലെ നമ്മിലുണ്ടാകാം. പത്രോസിന് വേണ്ടി സഭ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി തീരാൻ അതിനുള്ള കൃപ തരണേ എന്ന പ്രാർത്ഥന നമ്മിൽ നിറയണം. അച്ഛൻ ഇന്നത്തെ യാത്രയെക്കുറിച്ച് പറഞ്ഞത് അച്ഛൻ ചെയ്ത ഏതെങ്കിലും വലിയ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയൊന്നുമില്ല. അച്ഛൻ ഇതിനു മുമ്പിരുന്ന ഇടവകയിലെ ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥന്റെ മക്കളുടെ കുടുംബത്തിലെ വിഷമതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ അതൊരു ബാധ്യതയായിട്ട് അനുഭവപ്പെട്ടു. 2 മിനിറ്റ് നീണ്ടുന്ന ഫോൺ കോൾ. അച്ഛൻ അതില് നോ പറയാൻ പറ്റുന്നില്ല. കാരണം അച്ഛനെ തമ്പുരാൻ നിർബന്ധിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ദൈവം നാം ഇതുപോലെ നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടലുണ്ടാകും, പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടാകും. ഈ വിശ്വാസത്തിൽ, ഈ അനുഭവത്തിൽ നാം ആഴപ്പെടണം. അതിനുവേണ്ടി ദൈവം നൽകിയ കാലഘട്ടമാണ്. ഒപ്പം അത് തടയപ്പെടുന്ന അവസ്ഥയുണ്ട്, നമുക്കറിയാം. മർക്കോസ് 9:29 ഈശോ പറഞ്ഞു തരുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല എന്ന്. കൊറോണയെക്കാളും അപകടകരമായത് പൈശാചിക ശക്തികളാണ്. അത് ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനയാണ് തടയുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ ഉൾപ്പെടെ, ബലിയർപ്പണത്തെ ഉൾപ്പെടെ അത് പ്രകടമായിട്ട് വരികയാണ്. എന്നച്ഛൻ രാവിലെ പറഞ്ഞു, നാളെ രാവിലെ കുർബാന ഉണ്ടായിരിക്കില്ല, ലൈവായിട്ടായിരിക്കും കുർബാന, പള്ളിയിൽ ആരും തന്നെ വരണ്ട എന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു. പക്ഷെ അത് തിരുത്തി പറയുകയാണ്. ഇപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് ഇന്നത്തെ രാവിലെ പോലെ തന്നെ കൊന്തയുണ്ട്, അത് കഴിഞ്ഞ് കുർബാനയുണ്ട്. അതിരൂപതയിൽ നിന്ന് ലഭിച്ചിരുന്ന നിർദ്ദേശം നമുക്ക് ഈ പറഞ്ഞ 5 പേര് മാത്രമേ പാടുള്ളൂ എന്ന് 144-ൻ്റെതായ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയോട് KCBC തന്നെ, നമ്മുടെ മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ അവർ എഴുതി ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം കിട്ടിയ ശേഷം നമ്മൾ അങ്ങനത്തെ തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൂ. പോലീസ് അധികാരികളോടും ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും അങ്ങനെയാണ്. ഇതിന് നിർദ്ദേശം അവർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് വിശുദ്ധ കൊന്തയുണ്ട്. കുർബാന എഴുതുന്നത്തെ പോലെ കുർബാനയുണ്ടാകും. പിന്നെ രാവിലെയും വൈകിട്ട് വെച്ചും കുർബാനയും കൊന്തയും വെച്ചത് പരമാവധി പേർക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ പള്ളിയിൽ രാവിലെയും പകുതിയിലധികം സ്ഥലം കാര്യമായിട്ട് കിടക്കുന്നു, വൈകിട്ടും അതെ. അപ്പോൾ പിന്നെ 2 നേരം ആവശ്യമില്ലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പശ്ചാത്തലത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നാളെ വൈകിട്ടുണ്ടായിരിക്കില്ല, രാവിലെ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് അന്നനാട് എന്ന ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്താൽ ലൈവായിട്ട് കുർബാനയിൽ പങ്കെടുക്കാം, കൊന്തയിലും പങ്കുചേരാം. അപ്പോൾ രാവിലെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പിന്നെ എപ്പോഴെങ്കിലും അതിന് പങ്കെടുത്തും അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്.
എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ദിനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാകാം. പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ വിഴുങ്ങിയിരിക്കുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിനങ്ങളാണെന്ന് ഓർക്കാം. ഇന്നും 8000-ത്തിലധികമാണ് കോവിഡ് രോഗികളുടെ എണ്ണം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് ഹൃദയം നുറുങ്ങുന്ന വികാരങ്ങളോടെ തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏനയുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും മാർ ആന്റണി മെത്രാപ്പോലീത്തായെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായി മിശിഹായെ നീ കുരിശടയാളത്തോടുകൂടി വാനമേഖലയിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്താണ് നിരക്കുവാൻ ഞങ്ങൾ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവായ്പ വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളതുമുള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളതുമുള്ളതും പങ്കുവച്ച്
ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെ തന്നേക്കും. ആമേൻ. ആമേൻ. സ്തുതിയുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ, ആമേൻ. മാർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തിരുന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുവിനെന്തേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിപുരത്തെ പോകാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ ആശീർവദിക്കണമേ.
എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അങ്ങ് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുവിൻ. ബൈബിൾ ജന്മമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സർവ്വമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായകുമാരനുയുക്തവുമാ 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 ന്യായകുമാരനുയുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ
ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിന് അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെയും കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു തരണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവാക്കാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന് ദിവ്യപരിമളത്താലിന് സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അന്നാത്തിൽ നിന്ന് ഉറവാപ്രസന്നത്തോടെ അവരിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കാരണങ്ങളും ഒഴിഞ്ഞ് വെള്ളങ്ങൾ സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് വീണുള്ള ശരീരങ്ങളുടെ ഉയർത്തലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കുമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനവും നമ്മോടുകൂടി. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ
സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ഞങ്ങൾക്ക് നൽകുകയുണ്ടാകാതെ ഞങ്ങൾ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരൻ, ഇതാ നമുക്ക് സ്വർഗീകരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവമേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശമാകട്ടെ. അവനീയമായ ഈ ദാനത്തെ കർത്താവേ നീക്ക് സ്തുതി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.
തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോട് എടുക്കുന്ന അവരുടെ സൂക്ഷ്മത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഓരോരുത്തരുടെ മകനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാക്കുകയും ചെയ്യും. അങ്ങേ നിന്റെ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസ്പരങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും, പരത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ പൗരവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,